കോഴിക്കോട് ICU പീഡനക്കേസിലെ വകുപ്പ് തല നടപടിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിയുടെ സ്ഥലമാറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു കഴിഞ്ഞു. വിശദീകരണം ചോദിക്കാതെയാണ് നടപടി ഉണ്ടായതെന്ന സുമതിയുടെ ഹർജിയാണ് ട്രൈബ്യൂണൽ പരിഗണിച്ചത്. DME നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമായിരുന്നു സ്ഥലമാറ്റം നടത്തിയത്. ദീപക് ധർമ്മടം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഏറെ വിവാദമായ ഒരു കേസായിരുന്നു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ്. അതായത് മെഡിക്കൽ കോളേജിന് 2 പേരുദോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കത്രിക കേസ്, പിന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് ICU പീഡന കേസ്. ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് മയങ്ങിക്കിടക്കുന്ന രോഗിയെ ഒരു ജീവനക്കാരൻ പീഡിപ്പിച്ചു. ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതിന്റെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ DME ഈ 2 പേർക്കെതിരെ സ്ഥലം മാറ്റ നടപടി ഉണ്ടായത്. അതായത് ചീഫ് നഴ്സിംഗ് ഓഫീസർക്കും അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ടിനും. ഇതിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതി, VP സുമതി, അവർ റിട്ടയർ ചെയ്യാൻ 4 മാസം മാത്രമേ ഉള്ളൂ. ഇവർ വിശദീകരണം പോലും ചോദിക്കാതെയാണ് സ്ഥലം മാറ്റം, അതും തിരുവനന്തപുരം SITയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവരുടെ വാദം ശരിവെച്ചുകൊണ്ട് ഇതിനെ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്റ്റേ ചെയ്തിരിക്കുന്നു, റദ്ദ് ചെയ്തിരിക്കുന്നതല്ല, സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 2 മാസത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ നടപടിക്രമങ്ങളിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് സ്റ്റേ ചെയ്തത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി DME ആരോഗ്യവകുപ്പ് എന്ത് നിലപാടെടുക്കും, ആരോഗ്യവകുപ്പ് അതിൽ അപ്പീൽ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ പീഡന കേസ് വലിയ രീതിയിൽ ആരോഗ്യവകുപ്പിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടിക്ക് തയ്യാറാവുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒരു തൽക്കാലത്തേക്കാണെങ്കിലും ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് 2 മാസത്തേക്ക്. SK. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.